മെയ് മാസം ആദ്യ ആഴ്ച തന്നെ തിയേറ്ററുകളിലേക്ക് എത്തിയ രണ്ട് മലയാളം സിനിമകളാണല്ലോ മലയാളി ഫ്രം ഇന്ത്യ, ഒപ്പം തന്നെ നടികർ. രണ്ട് സിനിമകളും ആദ്യ ഞായറാഴ്ച പിന്നിട്ടിരിക്കുകയാണ്, ആദ്യ വീക്കെൻഡ് പിന്നിട്ടിരിക്കുകയാണ്. രണ്ട് സിനിമകളുടെയും കളക്ഷനിൽ ആദ്യമേ ടൊവിനോയുടെ നടികർ എന്ന സിനിമയുടെ കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ ആദ്യ 3 ദിവസത്തെ സിനിമയുടെ കേരള കളക്ഷൻ പുറത്തു വരുമ്പോൾ ആദ്യ ദിവസം 1 കോടി രൂപയ്ക്ക് മുകളിലായിരുന്നു സിനിമയുടെ കേരള ഗ്രോസ് എങ്കിൽ രണ്ടാം ദിവസവും മൂന്നാം ദിവസവും, അതായത് ശനി ഞായർ ദിവസങ്ങളിൽ 1 കോടിയിൽ താഴെ ലക്ഷങ്ങളിലായിരുന്നു നടികർ എന്ന സിനിമയുടെ കേരള കളക്ഷൻ. അങ്ങനെ 3 ദിവസങ്ങൾ കൊണ്ട് 3 കോടിയിലേക്ക് കേരള ഗ്രോസ് എത്തപ്പെട്ട സിനിമ ലോകമെമ്പാട് നിന്നും 5 കോടി കളക്ഷനിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. 40 കോടിയോളം ബഡ്ജറ്റിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ ടൊവിനോയുടെ ബിഗ് ബഡ്ജറ്റ് സിനിമ ആദ്യ 3 ദിവസങ്ങൾ തിയേറ്ററുകളിൽ പിന്നിടുമ്പോൾ തന്നെ സിനിമയുടെ വെർഡിക്റ്റ് ഉറപ്പാക്കിയിരിക്കുകയാണ്. തിയേറ്ററുകളിലെ വൻ ദുരന്തം, ഒപ്പം തന്നെ നഷ്ടമെല്ലാം തന്നെ ഉണ്ടാക്കിയ സിനിമയായിട്ട് നടികർ എന്ന സിനിമ മാറിയിരിക്കുകയാണ്. സമീപകാല ടൊവിനോയുടെ ഡിസാസ്റ്റർ സിനിമകളിലേക്ക് ഒന്നുകൂടി ഇടം നേടിയെടുത്തിരിക്കുകയാണ്. സിനിമയുടെ കൂടി പരാജയത്തോടെ ടൊവിനോ അഭിനയിച്ച അവസാനത്തെ നായകനെ എത്തിയ 10 മലയാളം സിനിമകളിലെ തല്ലുമാല ഒഴികെ ബാക്കി എല്ലാ സിനിമകളും ഡിസാസ്റ്റർ, ഫ്ലോപ്പ്, ആവറേജ് ഹിറ്റ് സ്റ്റാറ്റസിലെല്ലാം തന്നെ ഒതുങ്ങിയിരിക്കുകയാണ്. നല്ല അഭിപ്രായങ്ങൾ നേടിയെടുത്തിട്ടും തിയേറ്ററുകളിലെ ക്ലീൻ ഹിറ്റ് ആവാതെ പോയ അന്വേഷിപ്പിന് കണ്ടെത്തും. ഒപ്പം തന്നെ തിയേറ്ററുകൾ ഇപ്പോഴത്തെ ദുരന്തമായ നടികർ എന്നീ സിനിമകളുടെ വെർഡിക്റ്റോടെ ടൊവിനോ ഈ വർഷം ഇനിയും വിജയം കാണാനായിട്ട് കാത്തിരിക്കണമെന്ന് അർത്ഥം. ഇനി നിവിൻ പോളിയുടെ മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയിലേക്ക് വരികയാണെങ്കിൽ ചിത്രം ഏകദേശം 30 കോടിയോളം ബഡ്ജറ്റിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണ്. ആദ്യ 5 ദിവസത്തെ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ ഇപ്പോഴത്തെ പുറത്തു വന്നിരിക്കുകയാണ്. അത് പ്രകാരം 14 കോടി രൂപയ്ക്ക് മുകളിലേക്ക് സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് എത്തപ്പെട്ടിരിക്കുകയാണ്. ആദ്യ 5 ദിവസത്തെ കളക്ഷൻ എന്ന നിലയിൽ നോക്കുകയാണെങ്കിൽ ഒരു ഡീസന്റ് കളക്ഷൻ സിനിമ നേടിയെടുത്തിരിക്കുകയാണ്. പക്ഷേ ഇന്ന് തിങ്കളാഴ്ച മുതലുള്ള സിനിമയുടെ ബോക്സ് ഓഫീസ് പ്രകടനം ഏറെ നിർണായകമാണ്. സിനിമയുടെ കേരള ഗ്രോസ് 6 കോടിയിലേക്കും എത്തപ്പെട്ടിരിക്കുകയാണ്. സിനിമയുടെ ആദ്യ ഞായറാഴ്ചയായി ഇന്നലെ പോലും സിനിമയ്ക്ക് 1 കോടി രൂപയ്ക്ക് മുകളിൽ കേരള കളക്ഷനും നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. നിവിന്റെ ബോക്സ് ഓഫീസ് പ്രകടനങ്ങളിലേക്ക് വരികയാണെങ്കിൽ ടൊവിനോയേക്കാൾ കഷ്ടമാണ് നിവിന്റെ അവസാന സിനിമകളുടെ വെർഡിക്റ്റ് എന്ന് ഞാൻ പരാതി തന്നെ പ്രേക്ഷകർക്ക് അറിവുള്ളതാണല്ലോ. ടൊവിനോയ്ക്ക് ഇടക്കാലത്ത് 2018 പോലൊരു വൻ വിജയം ഉള്ളതുപോലെ ഇടക്കാലത്ത് വർഷങ്ങൾക്ക് ശേഷം പോലൊരു വൻ വിജയം നിവിൻ പോളിക്കുമുണ്ട്. പക്ഷെ ഒരു സോളോ വിജയത്തിനായിട്ട് ഇനിയും കാത്തിരിക്കുകയാണ് നിവിൻ പോളി. കാത്തിരിക്കൂ സിനിമകളുടെ കൂടുതൽ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ട്.